ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരി അരയ്ക്കാതെ അരിപ്പൊടി കൊണ്ട് ഒരു സോഫ്റ്റ് വെള്ളയപ്പം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മുടെ പച്ചരി പൊടിച്ച അരിപ്പൊടി. 1 കപ്പ് പച്ചരി, 1 കപ്പ് ചോറ്, കുറച്ച് തേങ്ങ ചിരവിയത് എന്നിവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു അരിപ്പൊടിയും ഈ ഒരു തേങ്ങയും ചോറും ഇട്ട് ഒരു നുള്ളു പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 1 പിഞ്ച് അപ്പക്കാരം എന്നിവ ചേർത്ത് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഈ മാവ് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഒരുപാട് വെള്ളം ചേരാനോ നല്ല കട്ടിയായി പോവാനോ പാടില്ല. ഇനി ഈ മാവ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് റെസ്റ്റിൽ വെക്കാം. ശരിക്കും ഒരു 4-5 മണിക്കൂർ കൊണ്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിത് രാത്രിയിൽ ചെയ്തിട്ട് രാവിലെയാണ് വെള്ളപ്പം ചുട്ടെടുത്തത്. രാവിലെ നമ്മൾ ഈ ഒരു മാവ് ഈ ഒരു കട്ടിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ വെള്ളപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് നമുക്കിത് നന്നായി ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം നമുക്ക് കിട്ടും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള കളർ വെള്ളയപ്പമാണ് ഇത്. ചിലർക്ക് കളറൊന്ന് ചേഞ്ച് ആവുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു 2 മിനിറ്റ് കൂടി കൂടുതൽ അടുപ്പത്ത് വെച്ച് കുറച്ചും കൂടി ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പം കളറൊന്ന് ചേഞ്ച് ആവും. സൈഡെല്ലാം നല്ല ബ്രൗൺ കളർ ഇതേപോലുള്ള ഒരു വെള്ളയപ്പം കിട്ടും. ഇനി അടുത്തതായി ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മുടെ മാവ് ഒന്ന് അടുപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇതിൻ്റെ മുകളിലൊന്ന് വിതറി അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മൾ സണ്ണി സൈഡ് വെള്ളയപ്പം റെഡിയാകും. ഇതിന് നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു വേറെ തന്നെ ടേസ്റ്റാണ് ഇതിനുള്ളത്. ശരിക്കും ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണിത്. എല്ലാ വീട്ടമ്മമാരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വീട്ടിലുള്ള അരിപ്പൊടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെള്ളയപ്പത്തിൻ്റെ മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം നമുക്ക് കിട്ടും. നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.